ചെയ്യുകയാണ്. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ പ്രാരംഭത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. മാത്യു ചാപ്റ്റർ 17 വേഴ്സ് 17. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ഒരു വാക്യം കൂടെ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ അതിന്റെ 5-6 വാക്യങ്ങൾ. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. നമ്മൾ ഈ വായിച്ച വാക്യം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പും ചില മാസങ്ങളായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വചനമാണ്. നമുക്ക് ഈ സംഭവം അല്ല ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്ന സംഭവമാണ്. യേശു മറുരൂപ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാര് ഒരു ചന്ദ്രരോഗം പിടിച്ച രോഗിയെ സൗഖ്യമാക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുമ്പോൾ കർത്താവ് അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. പിതാവ് യേശുവിൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കുന്നതും യേശു മകനെ സൗഖ്യമാക്കുന്ന ചരിത്രമാണ് നമ്മളിവിടെ വായിച്ചത്. എന്നാൽ ഇവിടെ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ യേശു ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നത്. പറയുക, ഞാൻ നിങ്ങളോടുകൂടെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. ഹൗ ലോങ് ഷാൽ ഐ ബി വിത്ത് യു. കർത്താവിൻ്റെ ഹൃദയം വേദനിക്കുന്ന, കർത്താവിന് അവരോടുകൂടെ ഇരിക്കാൻ കഴിയാത്ത, അവരോടുകൂടെ പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ കർത്താവ് അവരോട് പറയാൻ, അവിശ്വാസവും കോട്ടമുള്ള തലമുറ. അടുത്ത വാക്യം ഇങ്ങനെ, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. ഹൗ ലോങ് ഷാൽ ഐ ബി വിത്ത് യു ആൻഡ് ഹൗ ലോങ് ഷാൽ ഐ ബെയർ യു. ഞാൻ നിങ്ങളെ എത്രമാത്രം നിങ്ങളെ വഹിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. കർത്താവ് അവർക്ക് അധികാരം കൊടുത്തു, എല്ലാറ്റിന്റെ മേലും അധികാരം കൊടുത്തു. യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നു. അതുപോലെ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് വചനം പ്രസംഗിക്കും, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ. എല്ലാ അധികാരവും കർത്താവ് അവർക്ക് കൊടുത്ത് അവരെ അയച്ചു. എന്നാൽ അവര് പരാജയപ്പെട്ട് അവർക്കത് ചെയ്യാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, അവരുടെ അവിശ്വാസം നിമിത്തം അവർക്ക് അതൊന്നും പ്രവർത്തിക്കാൻ കഴിയാതെ പരാജിതരായിട്ട് നിൽക്കുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, ഞാൻ എത്ര നാള് നിങ്ങളോടുകൂടെ ഇരിക്കും, ഞാൻ എങ്ങനെ നിങ്ങളെ വഹിക്കും. പലപ്പോഴും ഞാൻ നമ്മൾ വായിച്ച മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിച്ചത്, അവരുടെ അവിശ്വാസ നിമിത്തം കർത്താവ് ആശ്ചര്യപ്പെട്ടു, അവിടെ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്ന ഇങ്ങനെ, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് നമുക്ക് ദാനം ചെയ്തു. കർത്താവ് നമുക്ക് എല്ലാ അധികാരവും തന്നു. കർത്താവ് നമുക്ക് ദൈവത്തിന്റെ വചനം തന്നു. കർത്താവ് നമുക്ക് ശക്തി തന്നു. എന്നാൽ നമ്മൾ അവിശ്വസിക്കുകയും നമുക്ക് ആ കാര്യങ്ങൾ, ദൈവം തന്ന കാര്യങ്ങളിൽ വിശ്വാസമില്ലാതെ വരികയും ചെയ്യുമ്പോൾ കർത്താവിനെ സംബന്ധിച്ച് കർത്താവിനെ പറയും, ഞാൻ എങ്ങനെ നിങ്ങളെ വഹിക്കും, എങ്ങനെ ഞാൻ നിങ്ങളെ സഹിക്കും എന്ന് കർത്താവ് പറയുകയാണ്. ഞാൻ പറയുക, അവിശ്വാസം എന്ന് പറയുമ്പോൾ ബൈബിളിൽ തന്നെ സാധുക്യരെ കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്. സാധുക്യര് ഉപദേശത്തിലൊക്കെ അവര് വളരെ ശക്തരായിരുന്നു. രക്ഷാശാസ്ത്രവും അതുപോലെ തന്നെ മറ്റു വചനമൊക്കെ തിയോളജിക്കലായിട്ടൊക്കെ വളരെ ഡീപ്പായിട്ട് അറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ഫാരിസീസ്. എന്നാൽ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലൊക്കെ നമ്മൾ അവരെ കുറിച്ച് വായിക്കുന്നുണ്ട്. 22-ാം അധ്യായത്തില് അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുനരുദ്ധാനത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല, ഏഞ്ചൽസിൽ അവർ വിശ്വസിച്ചിരുന്നില്ല, ദൂതന്മാരിൽ അവർ വിശ്വസിച്ചില്ല, ആത്മാവിൽ വിശ്വസിച്ചില്ല, പുനരുദ്ധാനത്തിൽ വിശ്വസിച്ചില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കുന്ന അവിശ്വാസമായിരുന്നു സാധുക്യരുടെ ഒരു പുളിച്ച വീഞ്ഞ്. കർത്താവിനെ കുറിച്ച് പറയുന്നത് അവരുടെ ഉപദേശത്തെ കുറിച്ച് കർത്താവ് പറയുകയാണ്. സാധുക്യരെ കുറിച്ച് എന്നാന്ന് ചോദിച്ചാൽ, യേശുവിന്റെ അടുക്കൽ വന്ന് അവർ പറഞ്ഞു, ഒരു സ്ത്രീയുടെ അവര് പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട്
അവര് യേശുവിന്റെ അടുക്കൽ എന്ന് പറഞ്ഞു, യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് ഒരു സ്ത്രീ ഒരു പുരുഷനെ വിവാഹം കഴിച്ച് ആ പുരുഷൻ മരിച്ചാൽ ബ്രദർ ആ ആ സ്ത്രീയെ വിവാഹം കഴിക്കും. ഇങ്ങനെ കഴിച്ചു വന്നാൽ ആള് ആരാ പുനരുത്ഥാനത്തിൽ ഇവിടെ ഭാര്യയാകും എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ, ഈ സാധുക്യർക്ക് പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവര് സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കുന്നവരല്ല. അവരെ സംബന്ധിച്ച് പുനരുദ്ധാനത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല, ഏഞ്ചൽസിൽ അവർ വിശ്വസിച്ചിരുന്നില്ല, സ്പിരിറ്റ്സിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അവര് ദൈവവചനത്തെ അവിശ്വസിക്കുന്നവരായിരുന്നു. അവരെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അവരുടെ ഇത്രയേ ഉള്ളൂ പ്രശ്നം. അവർക്ക് തിരുവെഴുത്തുകളെ കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും അവർക്ക് അറിവില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, അവിശ്വാസം എന്ന് പറയുന്നത് കർത്താവിന് വഹിക്കാൻ കഴിയാത്ത, കർത്താവിന് സഹിക്കാൻ കഴിയാത്ത. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവം എല്ലാം നൽകി തന്നു, നമുക്ക് എല്ലാ അധികാരങ്ങളും തന്നു, എല്ലാം കർത്താവ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. എന്നാൽ ഒറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളത് വിശ്വസിക്കുകയോ അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. വചനം ഇങ്ങനെ പറഞ്ഞത്, അവരുടെ അവിശ്വാസം നിമിത്തം യേശുവിന് പോലും ഒന്ന് രണ്ട് പേരുടെ രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്താൻ മാത്രം യേശുവിന് കഴിഞ്ഞുള്ളൂ. അവരുടെ നടുവിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവവചനത്തെ അതുപോലെ വിശ്വസിക്കാൻ, വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തെ കുറിച്ച് കർത്താവ് എന്നെ ചിന്തിപ്പിക്കുകയും ഞാനിങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന് സഹിക്കാൻ കഴിയാത്ത, ബെയർ ചെയ്യാൻ കഴിയാത്ത അവിശ്വാസം ഉള്ളവരോടുകൂടെ കർത്താവ് പറയാണ്, ഞാൻ എങ്ങനെ നിങ്ങളെ വഹിക്കും, ഞാൻ എങ്ങനെ നിങ്ങളെ സഹിക്കും എന്ന് പറഞ്ഞാൽ, വചനം നമുക്ക് തന്നിട്ടുണ്ട്, അധികാരം നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഇന്നും നമ്മൾ നിരാശരായിട്ടിരിക്കുക, ഒന്ന് രണ്ട് ഭയത്തിലിരിക്കുക, നമ്മള് ആങ്ഷ്യസ് ആകുക, വ്യാകുലപ്പെടുക. ഈ വ്യാകുലപ്പെടുന്നതിന്റെ ഒരു കാരണം എന്നാന്ന് ചോദിച്ചാൽ അവിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഭയവും വ്യാകുലതയും ഭാവിയെക്കുറിച്ചുള്ള ചിന്തയൊക്കെ വരുന്നതിന്റെ ഒരു റീസൺ എന്നാന്ന് ചോദിച്ചാൽ നമ്മളിലുള്ള അവിശ്വാസമാണ്. നമുക്കറിയാം, പ്രശ്നമില്ലാത്ത ആരുമില്ല ഈ ഭൂമിയിൽ. നമുക്കറിയാം, ആർക്ക് എന്നെക്കാളും പ്രശ്നം മറ്റുള്ളവർക്ക് ഉണ്ടോന്നുള്ളതേ ഉള്ളൂ വിഷയം. പ്രശ്നം എല്ലാവർക്കും ഉണ്ട്, ഒരു പ്രോബ്ലം ഇല്ലാത്ത ആരുമില്ല. എന്നാൽ നമ്മൾ എത്രമാത്രം ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു, വിശ്വാസമുള്ളവരായിരിക്കും. നമ്മൾ അവിശ്വാസികളാണെങ്കിൽ നമ്മൾ ഭയം നിറഞ്ഞവരും ആങ്ഷ്യസ് ആയിരിക്കും, നമ്മൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും, പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും. എന്നാൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവം തന്ന അവകാശങ്ങളും ദൈവം തന്ന അധികാരങ്ങളും ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തതും നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വിശ്വസിക്കുകയും അത് നമ്മൾ ആക്ട് ചെയ്യുകയും ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ എത്ര ആൾക്കാര് സൂപ്പർ നാച്ചുറലിനെ കുറിച്ച്, ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സാധുക്യരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പരീശന്മാരെ സംബന്ധിച്ച് അവരുടെ ഉപദേശം കറക്റ്റ് ആയിരുന്നു. എന്നാൽ സാധുക്യർക്ക് അവിശ്വാസികളാണെന്ന് പറയാൻ കാര്യം, അവര് സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കുന്നവരല്ല ആയിരുന്നില്ല. അവരെ സംബന്ധിച്ച് ഏഞ്ചൽസിനെ കുറിച്ച് അവർക്ക് വിശ്വാസമില്ല. അവര് ഗിഫ്റ്റിലൊന്നും വിശ്വസിക്കുന്നവരല്ല. അങ്ങനെയുള്ള അവിശ്വാസികളായിട്ടുള്ള അവരുടെ ഉപദേശം യേശു അവരെ ശാസിക്കുകയാണ്. എന്നാൽ ശിഷ്യന്മാരോട് യേശു പറയുക, നിങ്ങളും അവിശ്വാസികളായിട്ട് തീരുന്ന എന്താണ്? നമ്മൾ വചനം വായിക്കുമ്പോൾ, ഞാനിത് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് നമുക്ക് വളരാൻ കഴിയാതെ, ആത്മീയമായിട്ട് വളരാൻ കഴിയാതെ, ആത്മീയമായിട്ട് ശക്തിപ്പെടാൻ കഴിയാതെ, ആത്മീയമായിട്ട് ജയാളികളായി തീരാൻ കഴിയാതിരിക്കുന്നതിന്റെ ഒരു റീസൺ എന്നാന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിലുള്ള നമ്മുടെ അവിശ്വാസം കൊണ്ടാണ്. കർത്താവ് നമുക്ക് എല്ലാം ദാനമായിട്ട് തന്നിരിക്കുക, ജീവനും ഭക്തിക്കും വേണ്ടത് എല്ലാം കർത്താവ് നമുക്ക് ദാനം ചെയ്തിട്ടുണ്ട്. ഈ അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വ്യാകുലപ്പെടുന്നവരായി തീരും. ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മള് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നേറാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പാണ്, ഞാൻ രാവിലെ ഇങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ഒരു വചനം ആരോ എന്നോട് ഇങ്ങനെ നിരന്തരമായിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാനിങ്ങനെ ഉണർന്നു കഴിഞ്ഞപ്പോൾ ആ വചനം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിരന്തരമായിട്ട് സംസാരിച്ചു. ഞാൻ ഉണരുന്നത് ആ വചനം ഇങ്ങനെ കേട്ടോണ്ടാണ് ഉണരുന്നത്. നമുക്കറിയാവുന്ന ഒരു വചനമാണ്. ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. ഇതാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ
19 വാക്യമാണ്. ആ വചനം എന്നോട് ഇങ്ങനെ രാവിലെ ഉണരുമ്പോ, അർദ്ധരാത്രി ഉണരുമ്പോൾ ഈ വചനം ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആരാ എന്നോട് ഇങ്ങനെ സംസാരിക്കുക ഈ വചനം? അപ്പൊ ഞാൻ 1 കേട്ടു, 2 കേട്ടു, പിന്നെ ഈ വചനം തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ വചനം ഇതാണ്, ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 19 വാക്യം. അത് നമുക്കെല്ലാം അറിയാവുന്ന സുപരിചിതമായ വാക്യമായി. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഈ വചനമാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. മൈ ഗോഡ് ഷാൾ സപ്ലൈ എവറി നീഡ് ഓഫ് യുവേഴ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ജീസസ്. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഡു യു ബിലീവ് ദാറ്റ്? നീ ഈ വചനത്തെ വിശ്വസിക്കുന്നുണ്ടോ? നമുക്കറിയാം, വചനം നമുക്കുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം ബൈബിളിലുണ്ട്, നമുക്ക് എല്ലാം ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് വചനമൊക്കെ പ്രസംഗിക്കാനൊക്കെ അറിയാം, നമുക്ക് തിയോളജി എല്ലാം അറിയാം, എന്നാൽ നമുക്ക് വചനത്തിൽ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ആഴത്തിൽ നമ്മൾ വചനത്തിൽ ഈ വചനം എന്നോട് ഇങ്ങനെ ഇടപെട്ടപ്പോൾ ഞാനിത് വായിച്ചപ്പോൾ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം, പരിശുദ്ധാത്മാവ് പറയുന്നത് കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ നീഡിനെ കർത്താവ് മീറ്റ് ചെയ്യും. അത് ഇംഗ്ലീഷില് ഇങ്ങനെയാണ്, ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. കർത്താവിന്റെ മഹത്വത്തിനൊത്തവണ്ണം നമ്മുടെ ഒരു നീഡ് കർത്താവ് എങ്ങനെയാണ് നിവർത്തിക്കുന്നത്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ഒരു ചെറിയ നീഡ് പോലും, ചെറിയ ഒരു ആവശ്യം പോലും കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ തീർത്തു വരും. അപ്പൊ കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം അത് തീർക്കുക എന്ന് പറഞ്ഞാൽ അത് സൂപ്പർ നാച്ചുറൽ ആണ്, അത് അതിശയകരമാണ്. നമുക്കറിയാം നമ്മുടെ ഒരു ചെറിയ നീഡ്. നമുക്കറിയാം, ഞാൻ ഇത് വായിക്കുമ്പോൾ ആത്മാവ് എന്നോട് ഇടപെട്ട കാര്യം, ഒരിക്കൽ യേശുവും മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവും പത്രോസും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ടാക്സ് കളക്ട് ചെയ്യുന്നവര് പത്രോസിന്റെ അടുക്കൽ ഒന്ന് ചോദിച്ചു, നിന്റെ ഗുരു നിങ്ങൾ ടാക്സ് പേ ചെയ്യുന്നില്ല, ഇവിടുന്ന് പേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു. അങ്ങനെ പത്രോസ് തിരിച്ചു വന്ന് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ യേശു പറഞ്ഞു, നമ്മള് പുത്രന്മാരായിരിക്കുന്ന യഹൂദന്മാരായിരിക്കുന്ന നമുക്ക് ആ ജാതികളെ പോലെ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ നീ അവർക്ക് ഒഫൻസ് വരുത്താതിരിക്കാൻ നീ ഒരു കാര്യം ചെയ്യ്, നീ കടലിൽ ചെന്ന് നീ ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനെ പിടിച്ച് അതിന്റെ വായിൽ ചതുർദ്രഹ്മ പണമുണ്ട്, എനിക്കും നിനക്കും വേണ്ടി നീ ടാക്സ് കൊടുക്കുക. അപ്പം ദൈവം ഒരു നീഡ് നിവർത്തിക്കുന്ന കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ആയിട്ട് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യും. കർത്താവ് എങ്ങനെയാ നീഡ് നിവർത്തിച്ചെന്നറിയാവോ? കർത്താവ് വലിയൊരു അത്ഭുതമാണ് ചെയ്തത്. കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ നമ്മുടെ എല്ലാ നീടും കർത്താവ് നിവർത്തിക്കുമെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു നീഡ് നിവർത്തിക്കാൻ കർത്താവിന് ഏത് മാർഗത്തിലൂടെയും കഴിയുമെന്നുള്ളതാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ആ മീന് ചിലപ്പം ഈ ശിഷ്യന്മാര് തന്നെ വല വീശാൻ പോയപ്പോ അവരുടെ പോക്കറ്റിൽ നിന്ന് വല്ലതും പോയായിരിക്കും പൈസ. മീൻ അത് അന്ന് വിഴുങ്ങിയത്, അല്ലാതെ കള്ളത്തരത്തിലൊന്നും ഇത് വരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ മീനിന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഈവൻ കർത്താവ് അത് സൃഷ്ടിച്ചതാണെന്ന് പോലും നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഒരു നീഡ് കർത്താവ് എങ്ങനെയാ നിവർത്തിക്കുന്നത് ചോദിച്ചാൽ തന്റെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം കർത്താവ് നിവർത്തിക്കും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഡു യു ബിലീവ് ഇൻ ദിസ് വേർഡ്? എന്നോട് കർത്താവ് പറഞ്ഞത്, നമ്മൾ വലിയ തിയോളജി ഒക്കെ പഠിക്കുന്നതിലും നല്ലത് സിമ്പിളായിട്ട് കർത്താവിന്റെ വചനത്തെ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുമോ? ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന് ഏറ്റവും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിശ്വാസമാണ്. കർത്താവിന് ഏറ്റവും സഹിക്കാൻ കഴിയാത്ത, ഞാൻ എങ്ങനെ നിങ്ങളോടുകൂടെ ഇരിക്കും, ഞാൻ എങ്ങനെ നിങ്ങളെ സഹിക്കും എന്നാ കർത്താവ് പറഞ്ഞത്. അവിശ്വാസവും കോട്ടയമുള്ള തലമുറ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം അതുപോലെ ഏറ്റെടുക്കാൻ കഴിയുന്നെങ്കിൽ, കർത്താവ് പറയാണ്, ഞാൻ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഈ വചനം എന്നോട് ഇടപെട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന് ഇന്നും അത്ഭുതങ്ങളെ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ നീഡ് നിവർത്തിക്കാൻ കർത്താവിന് കഴിയും. അതേത് നീഡായിക്കോട്ടെ. എപ്പം നമ്മൾ അവിശ്വാസത്തിലേക്ക് വരുന്നോ അപ്പം നമ്മൾ ആങ്ഷ്യസ് ആകും. എപ്പം നമ്മൾ അവിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമോ അപ്പം നമ്മൾ ഭയപ്പെടുന്നവരാകും. എന്നാൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ,
ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെടണം. ഈ അവിശ്വാസത്തെ കർത്താവ് പലയിടത്ത് ശാസിക്കുന്നുണ്ട്. ശിഷ്യന്മാരോട് പറയുമ്പോൾ നമുക്കറിയാം, കാറ്റും കടലും യേശുവും ശിഷ്യന്മാരും പോകുമ്പോൾ വലിയ കാറ്റടിച്ചു, യേശു ഉറങ്ങുകയായിരുന്നു. എന്നാൽ ശിഷ്യന്മാര് യേശുവിനെ തട്ടി ഉണർത്തി പറഞ്ഞു, ഗുരു നീ എഴുന്നേക്ക്, ഞങ്ങളെ കുറിച്ച് നിനക്ക് വിചാരമില്ലയോ? യേശു പറഞ്ഞ്, നിങ്ങള് ഇത്ര അവിശ്വാസമുള്ള ലിറ്റിൽ ഫെയ്ത്ത്, ഈ അവിശ്വാസമുള്ളവരാണോ നിങ്ങള്? കാരണം ഒരു കാര്യം ഞാൻ പറയാം, വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ആക്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ആക്ട് പെടേണ്ടതാണ്. ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ വചനത്തെ അതേപടി നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാല് നമ്മുടെ സെൻസിന്റെ ഇതിനനുസരിച്ച്, നമുക്ക് 5 സെൻസ് ഉണ്ട്, 5 സെൻസ് ഉണ്ട്, 5 കൂടുതലുണ്ടെന്ന് ചിലർ പറയാറുണ്ട്. നമ്മുടെ കാണുക, കേൾക്കുക, രുചിക്കുക, തൊടുക, ഇങ്ങനെയുള്ള 5 സെൻസ് നമുക്കുണ്ട്. എന്നാ നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാവരും ജീവിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ 5 സെൻസ് ആണ്. നമുക്കൊരാളെ കണ്ടെങ്കിലേ നമുക്ക് അവരെ അറിയാനായിട്ട് കഴിയുള്ളൂ. നമുക്ക് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് രുചിച്ചു നോക്കണം. ചെവി കൂടെ കേട്ടെങ്കിലേ നമുക്കത് പറ്റത്തുള്ളൂ. സ്മെല്ല് ചെയ്തെങ്കിലേ അതിന്റെ സ്മെല്ല് നമുക്ക് അറിയത്തുള്ളൂ. ഈ 5 സെൻസ് ഇല്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയത്തില്ല. കൂടുതലും ലോകത്തിലുള്ളവര് ഈ 5 സെൻസ് കൊണ്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വിശ്വാസത്താല. കർത്താവ് വചനത്തിൽ പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തേയില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ബൈബിളില് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. നമുക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വാസത്താലേ പറ്റുള്ളൂ. നമുക്ക് ജീവിക്കണമെങ്കിൽ വിശ്വാസത്താലേ പറ്റുള്ളൂ. നമുക്ക് ഒരു ക്രിസ്തീയവിധം ജയകരമായിട്ട് നയിക്കണമെങ്കിലും വിശ്വാസത്തിലേ പറ്റുള്ളൂ. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെ നമുക്ക് ജയാളികളാണെങ്കിലും നമുക്ക് വിശ്വാസത്താലേ കഴിയത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അവൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും പ്രാപിക്കാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവത്തെ പ്ലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മളൊന്നും ആ ദൈവത്തിൽ നിന്ന് പിടിച്ച് പറിച്ചെടുക്കുകയല്ല. ദൈവം നമുക്കെല്ലാം, വചനം ഇങ്ങനെ പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? എല്ലാം കർത്താവ് നമുക്ക് തന്നു. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഡു യു ബിലീവ് ഇൻ ദാറ്റ്? നമ്മൾ അതിൽ വിശ്വസിക്കുകയും അതിനെ ആ വിശ്വാസത്തെ നമ്മൾ ആക്ട് ചെയ്യുകയും ചെയ്യപ്പെടുക എന്നുള്ളത്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മളിൽ ആക്ഷനായിട്ട് വരും, അനുസരണമായിട്ട് വരും. എന്ത് നമ്മളിൽ അവിശ്വാസമാണ്, ഇപ്പം ദൈവത്തെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു നീട് ദൈവം നിവർത്തിക്കും. ആ വചനം നമ്മൾ വിശ്വസിച്ചെന്ന് വെച്ചു, എൻ്റെ ഒരു ചെറിയ ഒരാവശ്യം പോലും കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ എനിക്ക് അവൻ തീർത്തു തരും എന്ന ദൈവവചനമുണ്ട്. ഇഫ് ഐ ബിലീവ് ദാറ്റ്, ഞാൻ പറയാം, കർത്താവ് തന്റെ ധനത്തിനൊത്തവണ്ണം അത് ചെയ്തു തരും. നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങളെ നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ സെൻസിൽ നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്കൊരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് കഴിയുകയില്ല. ബൈബിളിൽ പറയുന്നത്, രക്ഷിക്കപ്പെടുന്നത് നമ്മൾ വിശ്വാസത്തിലാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്തിലാണ്, ജീവിക്കുന്നത് വിശ്വാസത്തിലാണ്, നമ്മൾ നടക്കുന്നത്. ഇങ്ങനെ കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്നത്, വിശ്വാസത്തിലാണ് നിങ്ങൾ, നോട്ട് ബൈ സൈറ്റ്, വോക്ക് ബൈ ഫെയ്ത്ത്. നമ്മൾ കാഴ്ചയാലല്ല, വിശ്വാസത്തിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. വിശ്വാസം കൂടാതെ ഒരു ജയാളിയായിട്ട് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾക്ക് പാപത്തിന്മേൽ ജയം വേണോ? നിങ്ങൾക്കൊരു ശക്തമായ ക്രിസ്തുജീവിതം നയിക്കണമോ? നിങ്ങൾക്ക് ജയാളികളായി തീരണോ? അത് മറ്റൊന്നിനേക്കാളും വിശ്വാസം കൂടാതെ, യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെയാണ്. വിക്ടറി എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദിവസങ്ങൾ പറയട്ടെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയാത്തത്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരാൻ കഴിയാത്തത്, നമ്മൾ നാളുകളായിട്ട് വചനം കേൾക്കുന്നവരാ, വചനമെല്ലാം നമുക്കറിയാം, പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ എന്തുകൊണ്ട് നമുക്ക് വളരാൻ കഴിയാത്തതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ആ വചനത്തിൽ വിശ്വസിക്കുകയും ആക്ട് ചെയ്യുകയും ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ആത്മീയമായിട്ട് വളരാൻ കഴിയാത്തത്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഈ ദിവസങ്ങളിൽ നമ്മുടെ അവിശ്വാസത്തെ കർത്താവിന് സഹിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ വിശ്വാസത്തിൽ
ശക്തരായിട്ട് മുന്നേറേണ്ടവരായിട്ട്, വിശ്വാസത്തിൽ നമ്മൾ ശക്തരായിട്ട് മുന്നേറേണ്ടതായിട്ട് കഴിയും. വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ അവൻ ജയാളികളായിട്ട് തീരും. ഇപ്പം പാപത്തിന്മേലുള്ള ജയം പോലും, ഇപ്പൊ ഞാൻ പറയാം, എന്റെ ജീവിതത്തെ ദൈവത്തിന് മാറ്റാൻ കഴിയും, ദൈവത്തിന്റെ ശക്തിക്ക് കഴിയുമെന്ന് വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നിനു മേലെ നമുക്ക് ചെയ്യാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അഡിക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിട്ടുപിരിയാത്ത ഒരു പാപമായിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് അത് മാറാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അത് നിങ്ങൾ എങ്ങനെയാന്ന് പറയും, എന്റെ ദൈവത്തിന് എന്നിൽ നിന്ന് അത് മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങളത് കൺഫസ് ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ആ ശക്തി വ്യാപരിക്കും. നിങ്ങൾക്ക് അതിനെ ജയിക്കാനായിട്ട് കഴിയും. നിങ്ങൾ ഒരിക്കലും അതിൽ പരാജയപ്പെടുന്നവരാകത്തില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെടേണ്ടവരായിരിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. ലോകത്തിലുള്ള പലരും ജീവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കാഴ്ചയാലാണ് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ തന്നെ പണ്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു അമ്മച്ചി തന്റെ മുമ്പിലുള്ള മല മാറാനായിട്ട് പ്രാർത്ഥിച്ചു. അമ്മച്ചി പ്രാർത്ഥിച്ച് മല മാറുന്നില്ല. ഫ്രണ്ടിലുള്ള ഫിസിക്കൽ മലയാ, ഇങ്ങനെ കേട്ടിട്ടുള്ളതാ, മാറുന്നില്ല. അവസാനം അമ്മച്ചി പറഞ്ഞു, എനിക്ക് അന്നേരം അറിയായിരുന്നു ഈ മലയൊന്നും മാറാൻ പോകുന്നില്ല. പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അമ്മച്ചി പറഞ്ഞു, പിന്നെ ഞാൻ ചുമ്മാ അങ്ങ് പ്രാർത്ഥിച്ചെന്നേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെടുകയാണെങ്കിൽ, ഒരു കാര്യം എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നാളുകൾ കഴിയുമ്പോൾ, നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ആയിത്തീർന്ന നാളുകൾ കഴിയുമ്പോൾ ദൈവവചനവും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് വിശ്വാസമായിട്ട് പരിണമിക്കുന്നില്ല. നമ്മൾ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തില് 4-ാം അധ്യായം നമ്മൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞിട്ട് വായിക്കുകയാണ്, നമ്മളും അവരെ പോലെ ഒരു സദ്വർത്തമാനം കേട്ടതാണ്, പക്ഷെ നമുക്ക് പറ്റിയ പരാജയം എന്താ പറയാം, ദേ ഡോണ്ട് മിക്സ് ഇറ്റ് വിത്ത് ഫെയ്ത്ത്. വിശ്വാസത്താൽ അവരത് സ്വീകരിക്കാഞ്ഞത് കൊണ്ട് അവർക്കത് പ്രയോജനപ്പെട്ടില്ല. നമ്മുടെ ജീവിതത്തില് ഏത് ദൈവവചനമായിക്കോട്ടെ, ഏത് കാര്യമായിക്കോട്ടെ, നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയണം. എന്റെ കർത്താവിനാൽ എനിക്കത് കഴിയും. എന്റെ ദൈവം എന്റെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. ഇൻ റിച്ചസ് ഇൻ ഗ്ലോറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം കർത്താവ് എനിക്കത് തീർത്തു തരും. എന്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് തീർത്തു തരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മുടെ ചെറിയ ആവശ്യം പോലും, ഞാൻ ഫിസിക്കലായിട്ട് പറഞ്ഞു, എന്നാൽ പലരും ചിന്തിക്കും, എന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. യേശു പ്രാർത്ഥന യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ വായിച്ചാൽ അറിയാം, ദാറ്റ് ഈസ് എ നീഡ്, റിയൽ നീഡ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ അങ്ങനെ പ്രാർത്ഥിക്കാൻ. നമ്മുടെ നീഡ് ഒന്ന്, യേശു പറഞ്ഞ നീഡ്, നിങ്ങൾ ആ യേശുവിന്റെ പ്രാർത്ഥന വായിച്ചാൽ അറിയാം. ഒന്ന് പറഞ്ഞത്, നിന്റെ നാമം ഞങ്ങളിൽ ശുദ്ധീകരിക്കപ്പെടണം, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ഒന്നാമത് കർത്താവിന്റെ ഒരു നീഡ് എന്നാന്ന്, നമ്മുടെ ഒരു നീഡ് എന്താന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ നാമം നമ്മളിൽ വിശുദ്ധീകരിക്കപ്പെടണം. ഇന്ന് പലപ്പോഴും എന്താ പറ്റുമെന്ന് ചോദിച്ചാൽ, ദൈവനാമം നമ്മളിലൂടെ അപമാനിക്കപ്പെടുക. നിന്റെ രാജ്യം വരണം കർത്താവെ, നിന്റെ രാജ്യം, ദാറ്റ് ഈസ് ഓൾസോ എ നീഡ് ഇൻ അവർ ലൈഫ്. അതിനുശേഷം പറയാം, നിന്റെ ഇഷ്ടം എന്നിൽ നടക്കണം, ദാറ്റ് ഈസ് ഓൾസോ എ നീഡ്. പലപ്പോഴും നമുക്ക് എന്റെ ആവശ്യം, നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ നീഡ് മാത്രമാണ്. ഫിസിക്കൽ നീഡിനേക്കാളും വലിയ നീഡാണ് നമുക്കുള്ള സ്പിരിച്വൽ നീഡ്. കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഏത് ആവശ്യവും എന്റെ ധനത്തിനൊത്തവണ്ണം, ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം കർത്താവ് അത് തീർത്തു തരും. പിന്നീട് പറയാം, അന്നുള്ള ആഹാരം തരണം, ദാറ്റ് ഈസ് ഓൾസോ എ നീഡ്. നമ്മുടെ ഫിസിക്കൽ നീഡ് നിവർത്തിക്കാനും കർത്താവ് തയ്യാറാണ്. പിന്നെ കർത്താവ് പഠിപ്പിച്ച കാര്യമാണ്, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം, ദാറ്റ് ഈസ് ഓൾസോ എ നീഡ്. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും. പലപ്പോഴും ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവശ്യമാണെന്ന് കർത്താവ് നമ്മളോട് പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുക. പിന്നെ പറയാണ്, ടെംപ്ടേഷനിൽ നിന്ന് തന്നെ വിടിയിക്കണം, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടിയിക്കണം, ദാറ്റ് ഈസ് ഓൾസോ എ നീഡ്. അപ്പം ഈ നീഡ് നമ്മൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ ആവശ്യം, നീഡ് കർത്താവ് വെളിപ്പെടുത്തുക. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾ യുവർ നീഡ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്, എന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. അത് എവിടെ എന്നിൽ അത് വിശുദ്ധീകരിക്കപ്പെടണം. നമുക്കറിയാം, ഇന്ന് ഈ ലോകം എടുത്തു നോക്കിയാണ്, ക്രിസ്തീയ കോളത്തിൽ ദൈവത്തിന്റെ നാമം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെ പറയാം, എന്റെ നാമം
വിശുദ്ധീകരിക്കപ്പെടണം. എന്റെ നാമം എന്നിൽ വിശുദ്ധീകരിപ്പിക്കണം. നിന്റെ ഇഷ്ടം നടക്കണം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വചനത്തെ അതേപടി ഒരു ശിശുവിനെ പോലെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ അധികാരത്തോടെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ കരം ഉണ്ടാകും. വിശ്വാസം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജയാളികളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ക്രിസ്ത്യ ജീവിതത്തിൽ പലപ്പോഴും ഞാനും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എന്ന് പല സാഹചര്യങ്ങളിലും ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നേറാൻ കഴിയാതെ, ആത്മീയമായിട്ട് വളരാൻ കഴിയാതെ, ശക്തിപ്പെടാൻ കഴിയാതെ ഒരു 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 സ്റ്റേജിൽ വന്ന് നിൽക്കുക, മുന്നോട്ട് കയറാനായിട്ട് കഴിയുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ശക്തിപ്പെടുന്നില്ലാത്തത് കൊണ്ടാ. വിശ്വാസത്തിൽ മുന്നേറാൻ കഴിയുകയാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു, നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കാനുള്ള അധികാരം ഞാൻ തന്നു, ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം തന്നു, നിങ്ങൾക്ക് എല്ലാറ്റിന്റെ മേലും ഞാൻ അധികാരം തന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകും, നിങ്ങൾ ഈ മലയോട് കൽപ്പിച്ചാൽ ഈ മല ചാടി മാറും. ഈ അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നു. എന്നാൽ യു ഡോണ്ട് യൂസ് ഇറ്റ്. യേശു പറയാ, നിങ്ങളുടെ അവിശ്വാസം നിമിത്തം ഐ കനോട്ട് ബെയർ യു. പലപ്പോഴും കർത്താവ് നമ്മളെ കുറിച്ച് പറഞ്ഞ, ഞാൻ എങ്ങനെ നിങ്ങളെ സഹിക്കും, ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടി ഇരിക്കും, എങ്ങനെ ഞാൻ നിങ്ങളെ ബെയർ ചെയ്യും? കാര്യം, ഞാൻ നിങ്ങൾക്ക് തന്ന അധികാരവും, ഞാൻ നിങ്ങൾക്ക് തന്ന വചനങ്ങളും, ഞാൻ നിങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങളും നിങ്ങൾ ഏറ്റെടുക്കുകയോ അത് ആക്ട് ചെയ്യുകയോ ചെയ്യാത്തത് കൊണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൽ നിന്നാണ് വരുന്നത്. കേൾവിയാൽ, വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, ദൈവം തന്ന വചനം, ദൈവം നമ്മളോട് സംസാരിച്ച വചനം അതേപടി വിശ്വസിക്കുവാനും അത് ആക്ട് ചെയ്യുവാനും നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ മുന്നേറ്റം ഉണ്ടാകുന്നത്. ഇന്ന് ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവിന്റെ വിളിയോട് എനിക്ക് പ്രതികരിക്കാനായിട്ട് കഴിയും. വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട്, നമ്മൾ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. ആത്മീയ മുന്നേറ്റത്തിൽ പലപ്പോഴും നമ്മൾ ഇതുകൊണ്ട് അവസാനിച്ചു, ഇതെല്ലാം കഴിഞ്ഞു, ആങ്ഷ്യസ് ആയി, ഭയപ്പെടുന്ന ഭയത്തിലേക്കായി, ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്ത അവസ്ഥയിലായിട്ട് ആയി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീയമായിട്ട് മുന്നേറാൻ കഴിയുന്നില്ല, ആത്മീയമായിട്ട് ഒരു ലെവൽ പോലും മുന്നേറാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വാസത്തിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ, കർത്താവേ ഐ ക്യാൻ ഡു ഇറ്റ്, നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ. യേശു പറഞ്ഞ, നിങ്ങൾ ലോകത്തെ ജയിച്ച ജയം വേറൊന്നുമല്ല, നിങ്ങളുടെ വിശ്വാസമാണ് ലോകത്തെ ജയിച്ച ജയം. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാനായിട്ട് കഴിയും. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ, ഈ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞത്, അവര് ഇത്രയും ശക്തിയോടെ ദൈവം അവരെ ഉപയോഗിക്കാനായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ, അവര് പരിശുദ്ധാത്മാവിലും വിശ്വാസത്താലും നിറഞ്ഞവരായിരുന്നു. വചനമെല്ലാം നമുക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ. എന്നാൽ ദൈവശക്തിയെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മുടെ പ്രശ്നങ്ങളാണ് ദൈവത്തെക്കാൾ വലുതായിട്ട് നമ്മൾ കാണുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ജയാളികളായിട്ട് ജീവിക്കാൻ കഴിയില്ല. എന്നാൽ എന്റെ പ്രശ്നത്തെക്കാൾ ഉപരി അതിനെയെല്ലാം മാറ്റിമറിക്കാൻ സർവശക്തനായ ദൈവമാണ് എനിക്കുള്ളതെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് ചെറുതായിരിക്കും. നമുക്കറിയാം, യോശുവയുടെയും കാലേബിന്റെയും ചരിത്രം നമുക്ക്. ഇസ്രായേൽ മക്കള് അവര് വെട്ടുക്കിളിയെ പോലെ, അവരുടെ ദൈവം വെട്ടുക്കിളിയെ പോലായിരുന്നു. അതില് പോയവരില് 2 പേരൊഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം ദൈവം വെട്ടുക്കിളിയെ പോലായിരുന്നു. എന്നാൽ യോശുവയുടെയും കാലേബിന്റെയും ആത്മാവെന്ന് പറയുന്നത് വിശ്വാസം. അവര് പറഞ്ഞ, നമ്മുടെ ദൈവത്താൽ നമുക്കത് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മീയമായി നിങ്ങൾ തടഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണോ, മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണോ, പ്രശ്നങ്ങളുടെ നടുവിലാണോ, ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. ശക്തിയോടെ പറ, എനിക്ക് എന്റെ ദൈവത്താൽ അത് കഴിയും, എനിക്ക് എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കാനായിട്ട് കഴിയും. ഈ പരിശുദ്ധാത്മാവ് പോലും നമ്മൾ വ്യാപരിക്കുന്ന വിശ്വാസത്താലേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് പോലും നമ്മൾ വ്യാപരിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പോലും നമ്മളിലൂടെ വെളിപ്പെടണമെങ്കിൽ വിശ്വാസത്താലേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി. നമുക്ക് ദൈവവചനത്തിൽ വിശ്വാസമില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. നമുക്ക് ദൈവവചനത്തിൽ വിശ്വാസം, ഇപ്പം ഒരു രോഗിയെ ഞാൻ പറഞ്ഞ പോലെ രോഗിയെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് വിശ്വാസമില്ല, എന്റെ രോഗം കർത്താവ് സൗഖ്യമാക്കുമെന്ന് നമുക്ക് വിശ്വാസമില്ലെങ്കിൽ ആത്മാവിന് നമ്മളിലൂടെ പ്രവർത്തിക്കാനായിട്ട് കഴിയുകയില്ല. യേശു തന്നെ പറഞ്ഞത്, അവരുടെ അവിശ്വാസ നിമിത്തം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല.
എന്നാൽ ഇന്ന് പറ, ദൈവത്തിന്റെ വചനത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടോ? ഞാൻ കേട്ട എത്ര വാഗ്ദത്തങ്ങളുണ്ടോ? എത്ര വചനങ്ങളുണ്ടോ? അതെല്ലാം ഉവ്വെന്നാണ്. അതെല്ലാം നടക്കും, അതെല്ലാം സംഭവിക്കും. ഏത് തടസ്സം അതിന്റെ മേലുണ്ടെങ്കിലും എനിക്ക് ജയാളിയായിട്ട് തീരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ അത് നിന്റെ മേൽ നടക്കും. അതുകൊണ്ട് അവിശ്വാസം എന്ന് പറയുന്നത് കർത്താവിന് സഹിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാഹചര്യത്തെ നോക്കി നിങ്ങൾ കാഴ്ചയാൽ ജീവിക്കുന്നവരല്ല, നിങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാ. അതിനപ്പുറത്തൊന്ന് കാണുന്നവരാ നമ്മള്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഈ പൗലോസും ശീലാസും ഒക്കെ കാരാഗ്രഹത്തിൽ അവരുടെ കാലും കൈയും ഒക്കെ ആമത്തിലിട്ട് അവർക്ക് അനങ്ങാൻ വയ്യാതെ അടിയേറ്റവരായിട്ട് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അർദ്ധരാത്രിക്ക് അവർക്ക് പാടി സ്തുതിക്കാൻ കഴിഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്കുള്ള വിശ്വാസമായിരുന്നു. അവർക്കറിയാം അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, അവരെ കരുതുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ വേദനയേക്കാൾ അപ്പുറത്ത് അവർക്കുണ്ടായിരുന്ന വിശ്വാസമാണ്. എന്നാൽ ഒരു ലോക മനുഷ്യനെ കൊണ്ട് അത് കഴിയത്തില്ല. നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു പ്രശ്നം വന്നാലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരാ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതാ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കാഴ്ചയാൽ ജീവിക്കുന്നവരല്ല, നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. കാഴ്ചയാൽ നോക്കുമ്പോൾ, സെൻസും കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതൊന്നും അസാധ്യമാണ്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവര് ആ കാഴ്ചയാലാണ്, അവരാ സെൻസിലാണെങ്കിൽ അവർക്ക് അവിടെ പാടാനും പറ്റത്തില്ല, പ്രാർത്ഥിക്കാനും പറ്റത്തില്ല. എന്നാൽ അവരെ സംബന്ധിച്ച് അവര് ജീവിച്ചത് വിശ്വാസത്താലാണ്. ഹബക്കൂക്കിന്റെ പ്രവചനത്തില് ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഹബക്കൂക്കിന്റെ പ്രവചനം തന്നെ അവിടെ ബൈബിളിൽ പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് 3 പ്രാവശ്യം ബൈബിളിൽ പറയുന്നുണ്ട്. ഒന്ന് പഴയ നിയമത്തിലെ ആ കോട്ട് ഗലാത്യ ലേഖനത്തിലും ഉണ്ട്, എബ്രായ ലേഖനത്തിലും ഉണ്ട്. അവിടെ നമ്മള് ഹബക്കൂക്കിന്റെ പുസ്തകം വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ പറയാ, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വരാതിരിക്കയില്ല, അത് വരും നിശ്ചയം എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം വിശ്വാസത്തിന്റെ ഏറ്റവും മഹത്വകരമായ കാര്യം പറയാ, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളി ഫലം കായ്ക്കയില്ല, ഗോശാലയിൽ കന്നുകാലികളില്ല, എങ്കിലും ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കും. അതാണ് വിശ്വാസത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ ലോകക്കാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ലോകക്കാര് കാഴ്ചയാൽ ജീവിക്കുന്നു, നമ്മളോ വിശ്വാസത്താൽ ജീവിക്കുന്നവരാ. നമുക്ക് ഒരു പ്രശ്നം വരും, ലോകക്കാർക്കുള്ള ഒരേ ഒരു പ്രശ്നം നമുക്ക് വന്നാൽ നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദിവസങ്ങളിൽ ആത്മീയമായി വളരുവാൻ, ആത്മീയമായി മുന്നേറാൻ നിങ്ങൾ ആഗ്രഹിക്കുക. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങളിൽ പറഞ്ഞു തരുന്നത്, ചെറിയ വചനം, നീ വചനത്തെ പൂർണ്ണമായിട്ട് നീ വിശ്വസിക്കുകയും അതിനെ ആക്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യും. അത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടും. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ, അത് നമ്മളിപ്പം ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഒരു ടേബിളിൽ ഇങ്ങനെ വെച്ചിരിക്കുക, ഒത്തിരി ഒരു ബഫേ ആന്ന് വെച്ചു, അത് നമ്മള് അത് കാണാൻ നമുക്ക് മണക്കാം, രുചിക്കാൻ പറ്റത്തില്ല, മണക്കാം. പക്ഷെ അത് എപ്പോഴെടുത്ത് നമ്മൾ കഴിക്കുമോ അന്നേരമാണ് അത് നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് പ്രയോജനപ്പെടുന്നത്. പറഞ്ഞ പോലെ ദൈവത്തിന്റെ വചനം നമ്മൾ കാണുക അല്ലെങ്കിൽ അത് ബുദ്ധിയിൽ മനസ്സിലാക്കുന്നതല്ല, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോ നമ്മളിൽ വിശ്വാസം വരുന്നോ അന്നേരം നമ്മളിൽ അതിന്റെ പ്രവൃത്തിയും അതിന്റെ ആക്ഷൻ ഉണ്ടായിരിക്കും. അതിന്റെ ആക്ഷൻ നമ്മളിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. അപ്പം കാഴ്ചയാലല്ല, നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ദൈവത്തിൽ നിന്ന് വിശ്വാസത്താൽ അല്ലാതെ നമുക്കൊന്നും പ്രാപിക്കാനായിട്ട് കഴിയില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനാണ്. അതുപോലെ യാക്കോബ് പറയുന്നത്, സംശയിക്കുന്നവന് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്നാ പറഞ്ഞത്. ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങളിൽ തന്ന ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തെ
അതേപടി വിശ്വസിച്ച് ആക്ട് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല, നമ്മൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ മനുഷ്യർ കാണുന്നതിനപ്പുറത്ത് ദൈവത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനം അത് നമുക്ക് കാണിച്ചു തരും. നമുക്കറിയാം, പഴയ നിയമത്തിലെ അനേക ചരിത്രങ്ങളുണ്ട്. ഏലിയാവ് തന്റെ ഏലിയാവ് അരാം രാജാവ് ആ, ഇസ്രയേലിലെ ആ, 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 ഇസ്രയേലിലേക്ക് വരുന്നു എന്ന് അറിയുമ്പോൾ ഏലിയാവിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു. അവർ ഇന്നടത്ത് വന്നു, ഇസ്രായേൽ രാജാവ് അന്നേരം അറിയും. അപ്പം ഇതെങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചപ്പോ അത് ദൈവം അവര് വെളിപ്പെടുത്തി കൊടുക്കുന്നതാ. അപ്പം അരാം സൈന്യം ഒരു ദിവസം നോക്കിയപ്പോൾ അരാം സൈന്യം മുഴുവൻ ചുറ്റും വളർന്നിരിക്കുക. അപ്പൊ ഗേഹസി പറഞ്ഞു, ഏലിയാവിന്റെ ശിഷ്യനാണ് ഗേഹസി. ഗേഹസി പറഞ്ഞു, ആ യജമാനനെ, ആണ്ട് സൈന്യം മുഴുവൻ വളഞ്ഞിരിക്കുക, നമുക്ക് രക്ഷയില്ല. ഉടനെ ഏലിയാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ഇവന്റെ കണ്ണു തുറക്കണം. ഇവൻ കണ്ണു തുറന്നപ്പോ ഇവൻ കണ്ട അഗ്നിമയരഥങ്ങളും ദൈവത്തിനു വേണ്ടി. കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നടക്കുന്നത് തന്നെ വിശ്വാസത്തിലാണ്. ഒരു വിശ്വാസിക്ക് വിശ്വാസത്തിലല്ലാതെ നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഭൂമി ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ വചനത്തെ അതേപടി നമുക്ക് വിശ്വസിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, വിശ്വാസം എന്ന് പറയുന്നത് കേവലം നമ്മുടെ ബുദ്ധിയിൽ വരുന്ന ഒന്നല്ല. വിശ്വാസം എന്ന് പറയാൻ നമ്മുടെ ആക്ഷനാ. ശരിക്കും നമ്മൾ വിശ്വാസം എന്ന് പറയാൻ നമ്മുടെ ആക്ഷനാണ്, നമ്മൾ എടുക്കുന്ന ആക്ഷനാ വിശ്വാസം. വിശ്വാസം ഇല്ലാതെ നമുക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് കഴിയയില്ല. യേശു ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശു അവരുടെ അവിശ്വാസം, ദൈവം തന്ന അധികാരവും ദൈവം നമുക്ക് തന്നതെല്ലാം, വചനം പറഞ്ഞു, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. നമുക്ക് ജയാളികളായി ജീവിക്കാനുള്ള എല്ലാ റിസോഴ്സസും കർത്താവ് തന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ പരാജിതരായി, സാഹചര്യങ്ങളിൽ പരാജയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവം തന്ന അധികാരം വിശ്വാസത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ലാത്തത് കൊണ്ടാണ്. പലപ്പോഴും നമുക്ക് വചനം പറഞ്ഞ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം തന്നിട്ടുണ്ട്. മലയോട് നമുക്ക് കൽപ്പിക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട്. നമ്മൾ പ്രതികൂലങ്ങളിലൂടെ പോകുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാ സാഹചര്യത്തിലും ജയാളികളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ വിശ്വാസത്തിൽ കഴിയും. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ബുദ്ധിമുട്ടിന്റെ സാഹചര്യത്തിലൂടെ പോകുന്നെങ്കിലും വിശ്വാസത്തിലാണെങ്കിൽ നമുക്കതിനെ ജയിക്കുന്നവരായിട്ട് നമുക്ക് തീരാനായിട്ട് കഴിയും. വിശ്വാസത്തെക്കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായം മുഴുവൻ വിശ്വാസത്തെക്കുറിച്ച് ഇങ്ങനെ പറയുക. അവരുടെ ആ പഴയ നിയമ വിശുദ്ധന്മാരുടെ വിശ്വാസത്തെക്കുറിച്ച് ശക്തമായിട്ട് പറയുമ്പോൾ 12-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവാനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് ക്രൂശിനെ അലക്ഷ്യമാക്കി. നമ്മുടെ മുമ്പിൽ ദൂരെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ വിളിയെ നമുക്ക് കാണാനായിട്ട് കഴിയും. യേശു ഇത്രയുള്ള തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് എന്ന് പറഞ്ഞാൽ, താന് വിശ്വാസത്തിൽ അതിജീവിച്ചത് കേവലം ഇപ്പൊ കാണുന്ന ഒരു കാര്യത്തിന് വേണ്ടിയല്ലായിരുന്നു, അതിനപ്പുറത്ത് കാണുവാൻ യേശുവിന് കഴിഞ്ഞു. അങ്ങനെ താൻ ജയാളിയായിട്ട് ദൈവസിംഹാസനത്തിന്റെ ഭാഗത്തിരുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഇന്ന് വിശ്വാസത്തിൽ ജയാളികളായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വരുന്ന പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ, അതിനെ സഹിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ, നിങ്ങളുടെ മുമ്പിലുള്ള സന്തോഷത്തെ ഓർക്കണം, നിങ്ങളുടെ വിളിയെ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. ഈ ദിവസങ്ങളിൽ സിമ്പിളായിട്ട് ഞാൻ പറയാം, ദൈവത്തിന്റെ വചനത്തെ അതേപടി വിശ്വസിക്കാൻ. എൻ്റെ ദൈവം സർവശക്തനാണെന്നും തന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം കർത്താവ് എൻ്റെ ആവശ്യങ്ങളെ നിവർത്തിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത്ഭുതങ്ങളെ ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയും. സൂപ്പർ നാച്ചുറലിനെ ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയും. സാധുക്യർക്ക് പറ്റിയത് അവരുടെ ഒരു ഉപദേശം അവിശ്വാസമായിരുന്നു. അവർക്ക് ദൂതന്മാരിൽ അവർക്ക് വിശ്വാസമില്ലായിരുന്നു, പുനരുദ്ധാനത്തിൽ വിശ്വാസമില്ലായിരുന്നു, സ്പിരിറ്റിൽ അവർക്ക് വിശ്വാസമില്ല. എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറലിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, സർവശക്തനാണ്. എൻ്റെ ഈ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് എൻ്റെ കർത്താവ്. ഞാൻ ഇന്ന്
പെട്ടിരിക്കുന്ന ആത്മീക അവസ്ഥയിൽ നിന്നും എനിക്ക് വിടുതൽ തരാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് ആ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ ശക്തി വ്യാപരിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളുടെ മേൽ, ഞാൻ ഈ ദിവസങ്ങളിൽ പറയാം, പാപങ്ങളുടെ മേൽ ജയം വേണോ? പാപങ്ങളുടെ മേൽ ജയം വേണമെങ്കിൽ വിശ്വാസത്താൽ അല്ലാതെ കഴിയുകയില്ല. വിശ്വാസത്താലാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലും. പത്രോസ് പറയുന്നുണ്ട്, പത്രോസിന്റെ ലേഖനത്തിൽ, നിങ്ങളുടെ ഹൃദയങ്ങളെ വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവർ. അതുകൊണ്ട് ദൈവത്തിന്റെ പാപങ്ങളുടെ മേൽ ജയം വേണം. നമ്മുടെ സ്വഭാവത്തിന് മേൽ നമുക്ക് ജയം വേണോ? വിശ്വാസത്താലാണ് കഴിയുന്നത്. യോഹന്നാൻ പറഞ്ഞതുപോലെ, യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ നോക്കി ഒരിക്കലും ഇങ്ങനെ പറയുന്നത്, അവിശ്വാസവും കോട്ടമുള്ള തലമുറ. ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും നമ്മളിൽ വ്യാപരിക്കുന്നില്ല. ദൈവം ആ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ എത്ര നാള് ഞാൻ നിങ്ങളെ സഹിക്കും, ഞാൻ എങ്ങനെ നിങ്ങളെ വഹിക്കും. കർത്താവിന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ? നമ്മുടെ അവിശ്വാസം കാണുമ്പോഴാണ്. നമുക്ക് ദൈവവചനത്തോടുള്ള അവിശ്വാസം, ദൈവവചനത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാതെ വരുമ്പോൾ, കർത്താവ് പറഞ്ഞത്, തന്റെ സ്വന്തം ദേശത്ത് കർത്താവിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസ നിമിത്തം കർത്താവിന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്ന ഒരു കൂട്ടത്തെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിന്റെ കഴിവും നമ്മുടെ ഇതൊന്നും അല്ല ദൈവത്തിന് ആവശ്യം. സിമ്പിളായിട്ട് ദൈവവചനത്തെ അതേപടി വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് കഴിയും? കർത്താവേ, നീ സർവശക്തനാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നിന്നാൽ എനിക്ക് കഴിയുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത്യന്ത ശക്തി. നമ്മുടെ പ്രാർത്ഥന പോലും, ഞാൻ പറയും, വിശ്വാസത്താലുള്ള പ്രാർത്ഥന. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ യേശു 2 ഉപമകളും പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. ഒരു വിധവ തന്നെ, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ വിധവ തനിക്ക് ന്യായം കിട്ടാനായിട്ട് ദൈവത്തോടും മനുഷ്യരോടും ഭയമില്ലാത്ത ഒരു ന്യായാധിപന്റെ അടുക്കൽ അനുദിനം ചെന്ന് മുട്ടിക്കൊണ്ടിരുന്നു. നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. ആ കൺസിസ്റ്റൻസിയെക്കാളും യേശു അവസാനം പറയാ, കർത്താവിന്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ? പ്രാർത്ഥനയിലും നമുക്ക് ആവശ്യമായിരിക്കുന്ന വിശ്വാസമാണ്. അതുപോലെ അർദ്ധരാത്രിയിലെ സ്നേഹിതൻ തന്റെ സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് അർദ്ധരാത്രിയിൽ മുട്ടിയത്, അവനൊരു കാര്യം ഉറപ്പുണ്ട്, എന്റെ സ്നേഹിതൻ എന്താണേലും എനിക്ക് എടുത്തു തരും എന്നുള്ള വിശ്വാസമാണ് ആ പ്രാർത്ഥനയിലൂടെ യേശു വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിശ്വാസത്തിന്റെ, പിശാചിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ, നമ്മളെ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാത്തവരാക്കി നമ്മളെ തീർക്കണം. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയാത്തവരായി തീരും. സാധുക്യരോട് യേശു പറഞ്ഞതാ, നിങ്ങൾ ദൈവവചനത്തെയും അതിന്റെ ശക്തിയെയും നിങ്ങൾ തിരിച്ചറിയുന്നില്ലെന്നാണ്. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മളെ തിരിച്ചറിയണം. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ പരാജയം എന്താന്ന് ചോദിച്ചാൽ, അവർ കേട്ട വചനം അവർ വിശ്വാസമായിട്ട് അവരിൽ പരിണമിച്ചില്ല. They don't mix it with faith. They don't blend it with faith. വിശ്വാസത്താൽ കേൾക്കുന്ന വചനം വിശ്വാസമായിട്ട് നമ്മളിൽ വ്യാപരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് രൂപാന്തരം വരുത്തും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ക്ഷീണിതരായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ആത്മീയമായിട്ട് മുന്നേറാൻ കഴിയാത്തവരായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ വചനം തുറന്നൊരു വാക്യം വായിച്ചിട്ട്, ഞാനിതിൽ വിശ്വസിക്കുന്ന കർത്താവ്. പൗലോസും വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ചത് ഞങ്ങൾ സംസാരിക്കുന്നു, ഞങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അത് ഞങ്ങൾ സംസാരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് സിമ്പിളായിട്ട് ദൈവത്തിന്റെ വചനം, കർത്താവേ, നിന്നാൽ എനിക്കത് കഴിയും. നമ്മൾ ലോകത്തെ ജയിക്കുന്ന ജയം കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്ന വിശ്വാസമാണ്. വിശ്വാസം കൂടാതെ നമുക്ക് രക്ഷയില്ല. രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, നമ്മൾ നടക്കുന്നത് വിശ്വാസത്താലാണ്, ഒരു വിശ്വാസി ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. അതുപോലെ തന്നെ ആത്മീയമായിട്ട് വളരുന്നത് വിശ്വാസത്തിലാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വളർച്ച നിങ്ങളുടെ ആത്മീയ വളർച്ചയായിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നത്, ദൈവത്തിന്റെ വചനത്തെ സിമ്പിളായിട്ട് വിശ്വസിക്കുകയും അതിനോട് ആക്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ,
ഇന്ന് നിങ്ങൾ ഒരു പക്ഷേ ആത്മീയമായി വളരാൻ കഴിയാതെ നിങ്ങളുടെ ജീവിതത്തില് നിരാശയിലാണെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനത്തെ അതുപോലെ വിശ്വസിക്കാനായിട്ട് തയ്യാറാകും. എന്തുകൊണ്ടാണ് അത്ഭുതങ്ങളും ഒക്കെ ശിഷ്യന്മാരിൽ നടന്നതെന്ന് ചോദിച്ചാൽ, ആഴത്തിൽ ഇറങ്ങി വിശ്വസിച്ചവരിൽ അത്ഭുതം നടന്നു. പത്രോസിനെ സംബന്ധിച്ച്, പത്രോസ് പടകിൽ നിന്ന് നമ്മൾ അറിയാവുന്ന സംഭവമാണ്. യേശുവിനോട് ചോദിച്ചു, കർത്താവേ നീയാണെങ്കിൽ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു വരാൻ പറഞ്ഞു. എന്നാൽ പത്രോസ് ഇറങ്ങി വെള്ളത്തിന്മീതെ നടന്നു. പെട്ടെന്ന് സാഹചര്യങ്ങളെ കണ്ടപ്പോൾ, അവന് കാറ്റും കോളും കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, അവൻ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവന് മുങ്ങിത്താഴ്ന്നു. യേശു അവനെ കൈ പിടിച്ചിട്ട് പത്രോസിനോട് പറഞ്ഞു, അല്പവിശ്വാസിയെ. ഈ ദിവസങ്ങളിൽ നമ്മൾ വചനത്തെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് വ്യാപരിക്കുന്നത്. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, വി കനോട്ട് പ്ലീസ് ഗോഡ് വിത്തൗട്ട് ഫെയ്ത്ത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം മുഴുവൻ ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. സിമ്പിളായിട്ടൊരു കുഞ്ഞിനെ പോലെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും. എന്നോട് ചേർന്ന് എത്ര പേര് ആ വാക്യം പറയും? ഞാൻ പറഞ്ഞല്ലോ, ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ട വചനം, ഇങ്ങനെ നിരന്തരം ആ വചനം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഉടനെന്നത് ഈ വചനം പറഞ്ഞുകൊണ്ടാണ്. എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെ തൻ്റെ ധനത്തിനൊത്തവണ്ണം. ഒന്ന് ചേർന്ന് പറയാമോ? ഇൻ ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. ദൈവത്തിന്റെ ധനത്തിന്റെ മഹത്വം നമുക്ക് ഈ ഭൂമിയിലുള്ള ആൾക്കാരുടെ ധനത്തിന്റെ മഹത്വം പോലെയല്ല, ക്രിസ്തുയേശുവിൽ തീർത്തു തരും. ഹൗ മെനി ഓഫ് യു ബിലീവ് ദാറ്റ്? കണ്ണുകൾ അടച്ചാട്ടെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ച്